പരിസ്ഥിതിയെ മറന്നുകൊണ്ട് വിമാനത്താവളത്തിന് വേണ്ടി ബാധിക്കുന്നവർക്കുള്ള മറുപടിയാണ് ആറന്മുളയിലെ വെള്ളപ്പൊക്കമെന്ന് ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി. മഹാപ്രളയത്തിൽ നിന്ന് ആറന്മുളയെ വീണ്ടും രക്ഷിച്ച പുഞ്ചപ്പാടങ്ങളെ നികത്താൻ ശ്രമിച്ചവർക്ക് ഇനിയെങ്കിലും ബുദ്ധി ഉദിക്കണമെന്നും കർമ്മസമിതി പ്രസിഡന്റ് ഇന്ദുചൂടൻ ജനം ടിവിയോട് പറഞ്ഞു. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയൊരു വെള്ളപ്പൊക്കം പത്തനംതിട്ട ജില്ല വീണ്ടും കണ്ടിരിക്കുകയാണ്. റാന്നിയിലൊക്കെ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. അതേസമയം ആറന്മുളയിലേക്ക് ആ വെള്ളം എത്തിയപ്പോൾ ഒരു പ്രളയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ല. ആറന്മുളയുടെ പുഞ്ചപ്പാടങ്ങളും വയലുകളും ഒക്കെ ആ വെള്ളത്തെ സ്വീകരിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ ആ വെള്ളത്തെ മാറ്റി നിർത്തുവാനായിട്ട് സാധിച്ചു. ഇതേ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ വെള്ളം സ്വീകരിച്ചിട്ടുള്ള ഈ പുഞ്ചപ്പാടങ്ങളൊക്കെയാണ് നികത്തിക്കൊണ്ട് വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഉള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായി വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് കൂടിയിട്ടുള്ളൊരു മറുപടിയായിട്ട് ഈ ഒരു വെള്ളപ്പൊക്കം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഇന്ദുചൂടൻ ചേരുകയാണ്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. സാർ നമസ്കാരം. ഇത് തീർച്ചയായിട്ടും അവർക്കുള്ളൊരു മറുപടി കൂടിയിട്ടാണ്. ഇവിടെ മഹാപ്രളയത്തിലേക്ക് എത്തേണ്ട സാഹചര്യത്തെ അങ്ങനെ അല്ലാതാക്കി മാറ്റിയത് ഇവിടെയുള്ള ഈ തണ്ണീർത്തടങ്ങളും പുഞ്ചവയലുകളും ഒക്കെയാണല്ലേ? അല്ല, ഇത് പ്രകൃതി വെച്ചേക്കുന്നൊരു സംവിധാനമാണ് പുഞ്ചപ്പാടം നദീതീരങ്ങളിൽ. നമ്മുടെ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി നെതർലൻഡ്സിൽ പോയി പഠനം നടത്തി. എന്നിട്ട് റൂം ഫോർ റിവർ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കാം. പ്രകൃതി കൊടുത്തിരിക്കുന്ന റൂം ഫോർ റിവറാണ് ഈ എല്ലാ നദിയുടെ തീരങ്ങളിലും പാടങ്ങളും പുഞ്ചപ്പാടങ്ങളും ഉണ്ടെന്ന് പറയുന്നത്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം 3000 ഏക്കർ ഭൂമിയുണ്ട്. ഏകദേശം മാലക്കര മുതൽ നാരങ്ങാണം അതിർത്തി വരെ വരാവുന്ന നീണ്ടു കിടക്കുന്ന കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന പുഞ്ചപ്പാടം. അതിനകത്ത് ഏതൊരു കലമണ്ണി തങ്കച്ചെന്ന് പറയപ്പെടുന്നൊരു വ്യക്തി 49 ഏക്കർ നികത്തി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു വിമാനത്താവളം ഉണ്ടാക്കാമെന്നുള്ള താല്പര്യം കൊണ്ടുവന്നു 2003 കാലഘട്ടങ്ങളിൽ. പക്ഷേ ജനകീയ കൂട്ടായ്മ കൊണ്ട് 2011 മുതൽ 14 വരെ നടന്ന ജനകീയ കൂട്ടായ്മയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടെ യോജിച്ച് സമരം മാത്രമല്ല, താഴെ ചെറിയ കോടതി മുതൽ സുപ്രീം കോടതി വരെയും ഗ്രീൻ ട്രൈബ്യൂണൽ വരെയും കേസ് നടത്തി അവരെല്ലാം കേന്ദ്ര ഗവൺമെൻറ് അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന എല്ലാ സാങ്ഷനുകളും പിൻവലിച്ച് ഇപ്പോൾ അത് നടക്കാത്തൊരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പുതിയ എം പിയെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് ആറന്മുള എന്താണെന്ന് കഴിഞ്ഞ 25 വർഷം എം പി ആയിട്ടും അറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഏതോ മൂർഖനും പന്നിയും എലിയും ഉള്ളൊരു നാടെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് പറഞ്ഞത്. ആറന്മുളയിൽ ഈ മനുഷ്യൻ താമസിക്കുന്നിടത്തെല്ലാം പാമ്പുണ്ട്. കാരണം പാമ്പും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. അത്ര പുച്ഛമായിട്ടാണ് അദ്ദേഹം ഏതൊരു ചാനലിൽ പറയുന്നത് കേട്ടത്. നമുക്കതിനകത്ത് ഇതൊന്നുമില്ല, കാരണം അദ്ദേഹം അത്രത്തോളമേ പഠിച്ചിട്ടുള്ളൂ, ഇറങ്ങി വന്നിട്ടുള്ളൂ. പക്ഷേ അബിൻ വർക്കി എന്ന് പറയുന്ന MLA സ്ഥാനം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് പഠന വിഷയമാക്കേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അപ്പുറത്ത് കാണുന്ന തറയമുക്കിന് അദ്ദേഹം പലതവണ ഇവിടെ വരുന്നു, ആൾക്കാരെ വണ്ടിയെ കയറ്റി വിടുന്നു, പല സംവിധാനങ്ങൾ ചെയ്യുന്നു. നല്ല കാര്യം. അദ്ദേഹം കുറച്ചുകൂടെ പഠിക്കട്ടെ. ഈ പുഞ്ച എങ്ങനെയാണ് ഈ സെക്കൻഡുകൾക്കുള്ളിൽ പൊങ്ങി വന്ന ഈ വെള്ളത്തെ തടുത്തു നിർത്തിയെന്ന് മനസ്സിലാക്കണമെന്നേ ഞങ്ങൾ പറയുന്നു. കാരണം ഈ വെള്ളപ്പൊക്കം പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കമാണ്. ഒരു സാധ്യതയുമില്ലാത്ത, അതിൻ്റെ തലേ ദിവസം വള്ളസദ്യയ്ക്ക് പോകുന്ന വള്ളങ്ങൾ പോകാൻ പ്രയാസപ്പെട്ട് ഉന്തിക്കൊണ്ടാണ് പോയത്. പക്ഷേ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് സത്രത്തിൻ്റെ അവിടെ അരയറ്റം വെള്ളമായി കഴിഞ്ഞു. അത്രയ്ക്ക് തെള്ളൽ വന്ന ഇത് മുഴുവൻ ഉൾക്കൊണ്ടത് ഈ പുഞ്ചപ്പാടമാണ്. ഇനിയോടെ വെള്ളം കയറാനുള്ള സ്ഥലങ്ങൾ കിടപ്പുണ്ട്. വലിയ തോടിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടില്ല. ഈ വെള്ളം കയറിക്കഴിഞ്ഞിട്ട് തോട്ടപ്പള്ളി സ്പീൽവേ തുറന്ന് കുട്ടനാട്ടുകാരെയും രക്ഷിച്ചുകൊണ്ടാണ് ഈ പമ്പാ നദിയുടെയും അച്ചൻകോവിലിൻ്റെയും മീനച്ചിലാറിൻ്റെയും ഒഴുക്ക് ക്രമപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങളൊരു പഠനം നടത്താതെ എനിക്കൊരു സ്ഥാനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു വികസനം എന്ന് പറയുന്നത് കുന്നുകൾ ഇടിച്ചിട്ട് പർവ്വതങ്ങൾ ഇടിച്ചിട്ട് പുഞ്ചപ്പാടം നശിപ്പിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. അവരെ കൊണ്ട് ഇത് നടക്കത്തില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വളരെ നന്ദി. എന്തായാലും ആറന്മുള വിമാനത്താവളത്തിൻ്റെ സാധ്യതകൾ പഠിക്കാനിരുന്ന ആളുകൾക്ക് പ്രകൃതി നൽകിയ കൃത്യമായിട്ടുള്ള പഠനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ, വെള്ളപ്പൊക്കം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ആറന്മുളയിൽ നിന്നും അജയൻ നാർക്കൊപ്പം ഗൂഗിൾ രമേശ് ജനം.